ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് കിച്ചൺ ടിപ്സാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സുകളുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് എനിക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പം നമ്മൾ ഓറഞ്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പം അതിന് കയ്പ്പ് രസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഓറഞ്ച് ജ്യൂസിന് കയ്പ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓറഞ്ചിൻ്റെ കുരു എടുത്ത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അങ്ങനെ ജ്യൂസ് അടിക്കുമ്പം ഓറഞ്ചിന് കയ്പ്പ് രസം വരില്ല. ഈ ഒരു ഓറഞ്ചിൻ്റെ കുരുകളൊക്കെ പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഓറഞ്ച് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഓറഞ്ചിൻ്റെ കുരു കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുത്ത് ബുദ്ധിമുട്ടിയിട്ടൊന്നും കുരു ഒഴിവാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഈ ഒരു കുരുകൾ എളുപ്പത്തിൽ തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പം നമ്മൾ ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുരുകളൊക്കെ ഒന്ന് ഇളക്കി മാറ്റിയാൽ മതി. അപ്പോൾ ഇനി നമ്മൾ ഓറഞ്ച് ജ്യൂസൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കുരുകളൊക്കെ കളഞ്ഞതിന് ശേഷം ഓറഞ്ച് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും കയ്പില്ലാത്ത ഓറഞ്ച് ജ്യൂസൊക്കെ തയ്യാറാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്ത ടിപ്പ് ഞാൻ ഈ ഒരു ബോട്ടിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ബോട്ടിലാണ്. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലായാലും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ആദ്യം ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പൊന്ന് ഊരിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണോ ആണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതേപോലെ നല്ല കോട്ടൻ്റെ ഒരു തുണിയാണ്. ഇനി നമുക്ക് ആദ്യം ഈ ഒരു കോട്ടൻ്റെ തുണി രണ്ട് ഭാഗവും ഒന്ന് മടക്കിയിട്ട് നമുക്ക് ആ ഒരു ഫോർക്കിന് കണക്കാക്കിയിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫോർക്ക് ഈ ഒരു കോട്ടൺ തുണിയിൽ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കോട്ടൺ തുണി നന്നായിട്ടൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് കത്രിക വെച്ച് ചെറുതായി ഒന്ന് മുറിച്ചെടുത്തിട്ട് നല്ല ടൈറ്റായിട്ടൊന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ ഈ ഒരു ഫോർക്കിൽ കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റാക്കി കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ അടപ്പ് എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു നടുഭാഗത്തായിട്ട് നമുക്കൊരു ഹോൾ ഇട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പഴയ കത്തി ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു അടപ്പിൻ്റെ നടുഭാഗത്തായിട്ട് ഇതേപോലൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഈ ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ ദോശയും ചപ്പാത്തിയൊക്കെ ചുടാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശക്കല്ലിൽ എണ്ണ പുരട്ടാറുണ്ടല്ലോ. അപ്പോൾ ആ എണ്ണ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ഫോർക്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ദോശക്കല്ലിൽ എണ്ണ പുരട്ടുകയും ചെയ്യുക. അതേപോലെ തന്നെ ബാക്കി ബാലൻസ് വരുന്ന എണ്ണ ഇതേപോലെ മൂടി വെച്ചിട്ട് അടച്ച് വെക്കുകയും ചെയ്യാം. അപ്പം നമ്മളൊരു ബോട്ടിൽ വെച്ചിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിച്ചണിൽ നല്ല യൂസ്ഫുള്ളായിട്ട് ഇത് യൂസ് ചെയ്യാൻ കഴിയും. അപ്പം നമ്മുടെ കയ്യിൽ ഇതേപോലെയുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് തുണി വെച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു ഫോർക്ക് ഇതേപോലെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊക്കെ ചപ്പാത്തി ചുടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതാണ് ഇങ്ങനെ എടുത്തിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ പിന്നെ ബാക്കി ബാലൻസ് വരുന്ന വെളിച്ചെണ്ണ ഒക്കെ കഴുകി കളയാറാണ്. കുറച്ചേ ഉണ്ടാവുള്ളൂ, നമുക്ക് എടുത്ത് വെക്കാൻ മാത്രം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു പാത്രം കൂടിയും കഴുകി കളയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം നല്ല യൂസ്ഫുള്ളായിട്ട് നമുക്ക് ആ ഒരു ബാക്കി ബാലൻസ് വരുന്ന വെളിച്ചെണ്ണ ഓയിലൊക്കെ ഈ ഒരു ബോട്ടിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ എപ്പോഴും ഓരോ പാത്രങ്ങളെടുത്ത് ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിങ്ങനെ ചപ്പാത്തിയോ ദോശയൊക്കെ ചുടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ച് വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബ്രഷും ഇതേപോലെ ഇങ്ങനെ ഇതിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി.
അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ബോട്ടിൽ ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കിച്ചണിലൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ സ്റ്റീൽ പാത്രമൊക്കെ നമ്മൾ പുതിയതൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ സ്റ്റിക്കറുകൾ ഉണ്ടാവും. അത് എളുപ്പത്തിലൊന്ന് പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ നമ്മളിത് പറിക്കാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറേ കാലം അത് അവിടെ തന്നെ നിൽക്കും. അപ്പോൾ നമ്മുടെ പാത്രം നല്ല നീറ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ നല്ല ക്ലിയർ ആയിട്ട് തന്നെ പറിച്ച് കളയണം. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഈസി ആയിട്ട് പറിച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഈ ഒരു ജഗ്ഗ് നന്നായിട്ട് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചൂടാക്കുന്ന സമയത്ത് ആ ഒരു പശയൊക്കെ മെൽറ്റായിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ പറിച്ചെടുക്കാൻ കഴിയും. എന്നിട്ട് നമുക്ക് ആ ചൂടായിട്ടുള്ള ആ സ്റ്റിക്കർ കത്തി വെച്ചിട്ട് കൈ കൊണ്ട് തൊടാൻ കഴിയാത്തത് കൊണ്ട് കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മാറ്റിയാൽ മതി. ഈ രീതി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ സ്റ്റിക്കറൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ റിമൂവ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. നമ്മൾ ചൂടാക്കുന്ന പാത്രമാണെങ്കിൽ പോലും അതിൻ്റെ സ്റ്റിക്കർ നമ്മൾ പറിച്ച് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കുറച്ചെങ്കിലും അവിടെ തന്നെ കിടക്കും. അപ്പോൾ ഒരു വൃത്തികേടാണ് ആ പാത്രമൊക്കെ കാണുമ്പം. അപ്പോൾ അത് നമുക്ക് ഈ ഒരു രീതിയിൽ എളുപ്പത്തിൽ തന്നെ പറിച്ചെടുക്കാം. ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ വീട്ടിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ചപ്പാത്തിക്കോൽ എടുക്കുന്ന സമയത്ത് നമ്മൾ വാഷ് ചെയ്തിട്ടാണല്ലോ എടുക്കാറുള്ളത്. നമ്മളിത് പുറത്തിങ്ങനെ വെക്കുന്നത് കൊണ്ട് തന്നെ ഇതിൽ കൂടി ഉറുമ്പ്, പാറ്റ, പല്ലിയൊക്കെ കയറുന്നുള്ള ഒരു ഇത് കൊണ്ട് തന്നെ നമ്മളിത് ഫസ്റ്റ് തന്നെ കഴുകിയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ കഴുകി എടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചപ്പാത്തിക്കോൽ നന്നായിട്ട് തുടച്ച് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപോലെ 2 കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചപ്പാത്തിക്കോൽ ഫസ്റ്റ് തന്നെ എടുക്കുന്ന സമയത്ത് നമുക്ക് വാഷ് ചെയ്യാതെ തന്നെ ഉപയോഗിക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ബോട്ടിലാണ്. അപ്പോൾ അതിൻ്റെ അറ്റത്തേക്കായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 ലിറ്ററിൻ്റെതാണെങ്കിലും നമുക്ക് എടുക്കാം. അതേപോലെ തന്നെ 1/2 ലിറ്ററിൻ്റെ ബോട്ടിലും എടുക്കാം. അപ്പോൾ 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ എടുക്കുമ്പം അതിൻ്റെ അറ്റത്തേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ചപ്പാത്തിക്കോലിൻ്റെ അതേ ലെങ്ത്തിൽ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് അറ്റത്തേക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഇതേപോലെ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഒരു ബോട്ടിലിൻ്റെ മാത്രം ഇതേപോലെ മുറിച്ചെടുത്താൽ മതി. ഇനി നമ്മുടെ ചപ്പാത്തിക്കോല് നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഇട്ടിട്ട് മറ്റൊരു ബോട്ടിൽ വെച്ചിട്ട് കവർ ചെയ്ത് വെക്കാം. അപ്പം നമ്മൾ ഒരു ബോട്ടിലിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്കോലിൽ പ്രാണികളും കൂറയൊന്നും കയറാതെ തന്നെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും. അപ്പോൾ എടുക്കുന്ന സമയത്ത് നമുക്ക് അത് കഴുകാതെ തന്നെ ഉപയോഗിക്കാനും കഴിയും. അപ്പോൾ ഇനി ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചപ്പാത്തിക്കോലിൽ കൂറയോ പല്ലിയോ ഒന്നും കയറുന്നുള്ള ഒരു പേടി വേണ്ട. നമുക്ക് കഴുകാതെ തന്നെ ഉപയോഗിക്കാനും കഴിയും. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്കോല് നല്ല സേഫായിട്ട് തന്നെ ഈ 2 ബോട്ടിലിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഇരുന്നോളും. അപ്പോൾ 2 ബോട്ടിലുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ഈ ഒരു ടിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഈർക്കിൽ ചൂലൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ അടിച്ച് വാരുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു ഭാഗം നമ്മുടെ കയ്യിലൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് സുഖമായിട്ട് അടിച്ച് വാരാൻ വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴയ ഒരു സോക്സാണ്. അപ്പോൾ ഈ ഒരു സോക്സ് ഇതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അടിച്ച് വാരുന്ന സമയത്ത് നമ്മുടെ കൈയുടെ ആ ഭാഗത്തൊന്നും തട്ടാതെ തന്നെ തട്ടി ഒരയാതെ തന്നെ നമുക്ക് നല്ല സുഖമായിട്ടൊന്ന് അടിച്ച് വാരാൻ കഴിയും. അപ്പോൾ എല്ലാവരും പഴയ സോക്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ അടുത്ത് ടിപ്പായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ അടുക്കളയിൽ നമ്മുടെ പ്രധാന ഒരു പ്രശ്നമാണ് പാത്രങ്ങൾ കഴുകുക എന്നുള്ളത്. നമ്മളൊന്ന് അടുക്കളയിലേക്ക് കയറുമ്പോഴത്തേക്ക് തന്നെ പാത്രങ്ങൾ നിറയും. അപ്പോൾ അങ്ങനെ നിറയാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പാത്രങ്ങൾ കഴുകാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പാത്രങ്ങൾ ഇതേപോലെ കൂട്ടിയിടാതെ ഓരോ പാത്രങ്ങളും പെട്ടെന്ന് തന്നെ കഴുകി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയും. നമ്മളെന്തെങ്കിലും കുക്ക് ചെയ്തിട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അപ്പം തന്നെ ആ ഒരു പാത്രം കഴുകി എടുത്ത് വെക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് കഴിഞ്ഞാൽ ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാനുണ്ടാവില്ല.
പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓരോ കുക്കിങ്ങിന് വേണ്ടിയിട്ട് കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രമൊക്കെ അത് പിന്നെയും റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു പാത്രത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കുറയ്ക്കാനും കഴിയും. അതേപോലെ തന്നെ എടുത്ത സാധനങ്ങളും എടുത്ത പാത്രങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് കഴിഞ്ഞിട്ട് ഒരുപാട് 1 മണിക്കൂർ അരമണിക്കൂറൊന്നും ഇരുന്ന് കഴുകേണ്ട ആവശ്യം വരില്ല. അപ്പം തന്നെ കഴുകി കഴിഞ്ഞാൽ അത്രയും നമുക്ക് പാത്രങ്ങളൊക്കെ കുറഞ്ഞ് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മളെല്ലാ പാത്രങ്ങളും കൂട്ടി ഒരുമിച്ച് കഴുകാമെന്ന് വിചാരിക്കുമ്പം നമുക്ക് വെള്ളം കൊണ്ട് സോപ്പൊന്നും ഉപയോഗിക്കാതെ വെള്ളം മാത്രം ഉപയോഗിച്ച് കഴുകിയെടുക്കേണ്ട പാത്രങ്ങൾ കൂടി നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടി വരും. അപ്പോൾ നമ്മളൊരു കറിയുടെ ഒക്കെ വേസ്റ്റ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ വെള്ളം കൊണ്ട് കഴുകേണ്ട പാത്രത്തിലേക്ക് അത് ആവുകയും അതേപോലെ തന്നെ അതും നമ്മൾ സോപ്പിട്ട് കഴുകേണ്ട ഒരു രീതിയിലേക്കാണ് പോവുക. അപ്പോൾ നമ്മൾ വെള്ളം കൊണ്ട് കഴുകി എടുത്ത് വെക്കേണ്ട പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെക്കുകയും അതേപോലെ തന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകേണ്ടതും പിന്നെ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ പാത്രം കഴുകൽ കുറേയൊക്കെ തന്നെ കുറഞ്ഞ് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും ചെയ്യാറുണ്ടാവുക. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ബിഗിനേഴ്സ് ആയവർക്കൊക്കെ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതേപോലെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.